ഏറെ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും, പ്രത്യേകിച്ച് നമ്മുടെ സ്വകാര്യ ജീവിതങ്ങളിൽ കാത്തു സൂക്ഷിക്കണേ എന്ന് ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സഹാബി അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ വായിക്കുന്ന ഒരു വലിയ സംഭവം, പ്രമുഖനായ ആ സഹാബി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഭാര്യയുടെ കൂടെ ഒന്നിച്ച് സന്തോഷങ്ങൾ പങ്കുവെക്കുന്നതിനിടയിൽ അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹു അദ്ദേഹം ആ സംസാരത്തിനിടയിൽ അദ്ദേഹത്തിന് കണ്ണുകൾ നിറഞ്ഞ് അദ്ദേഹം കരയുകയാണ്. അദ്ദേഹത്തിൻ്റെ കരച്ചിൽ കണ്ട് ഭാര്യ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. കാരണം കുടുംബത്തിലെ സന്തോഷ നിമിഷങ്ങൾ പങ്കുവെക്കുന്നതിനിടയിൽ പെട്ടെന്ന് കരഞ്ഞ അദ്ദേഹത്തോട് അതിന് കാരണം ഭാര്യ ചോദിക്കുകയാണ്. അപ്പൊ അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാൻ കരയാനുണ്ടായ കാരണം വിശുദ്ധ ഖുർആനിലെ 2 ആയത്തുകൾ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നപ്പോഴാണ് ഞാൻ കരഞ്ഞുപോയത് എന്നാണ്. ഒരുപക്ഷെ നമ്മളൊക്കെ ഓതി കടന്നുപോയ വിശുദ്ധ ഖുർആനിലെ 2 ആയത്തുകളായിരിക്കും. സൂറത്തു മറിയമിലെ 71, 72 ആയത്തുകൾ. ആ ആയത്തുകളാണ് മഹാനായ സഹാബിയെ കരയിപ്പിച്ചത് എന്നാണ്. ആ ആയത്തിലെ പ്രതിപാദിക്കപ്പെടുന്ന വിഷയം എന്താണ്? നരകവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശമുള്ള 2 ആയത്തുകൾ അദ്ദേഹത്തെ കരയിപ്പിച്ചു. ആ ആയത്തുകൾ അദ്ദേഹം ഭാര്യയ്ക്ക് ഓതിക്കൊടുത്തു. വൈം മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മം മഖ്ദിയ സുമ്മ നുനജ്ജിൽ ലദീന തഖൗ വനദറു ളാലിമീന ഫീഹാ ജിസിയ. ഈ ആയത്തുകളാണ് അദ്ദേഹത്തെ കരയിപ്പിച്ചത്. ഈ ആയത്തിന്റെ ആശയതലം എന്താണ്? വൈം മിൻകും ഇല്ലാ വാരിദുഹാ, നിങ്ങളിൽ നിന്ന് ഒരാളും തന്നെ ഇല്ല നരകത്തിന്റെ മുമ്പിൽ വന്നു നിൽക്കാത്തവരായിട്ട്. കാന അലാ റബ്ബിക ഹത്മം മഖ്ദിയ, ഇത് നിന്റെ റബ്ബിന്റെ ഗണ്യതമായ, അവൻ നടപ്പിലാക്കുന്ന ഗണ്യതമായ പ്രാപഞ്ചികമായ തീരുമാനങ്ങളിൽപ്പെട്ടതാണ് എല്ലാവരും നരകത്തിന്റെ മുമ്പിൽ വന്നു നിൽക്കുക എന്നത്. അതിൽ നിന്ന് ആരും ഒഴിവല്ല. അതായത് സ്വർഗത്തിലേക്ക് പോകുന്ന മനുഷ്യർ പോലും നരകത്തിന്റെ മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നു നിർത്തുമെന്നാണ്. ഇവിടെ പണ്ഡിതന്മാർ പല വ്യാഖ്യാനങ്ങളും ഈ ആയത്തിന് നൽകിയത് കാണാം. ചില ആളുകളെ ആ നരകത്തിന്റെ വക്കത്ത് കൊണ്ടുവന്ന് സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകൾ പോലും, ആദം നബി അലൈഹിസ്സലാം മുതൽ ലോകത്തിന്റെ അവസാനത്തെ മിനിറ്റിൽ ജനിക്കുന്ന കുഞ്ഞുവരെ എല്ലാവരും നരകത്തിന്റെ വക്കിൽ വന്നു നിൽക്കുന്ന ഒരു സമയമുണ്ട് എന്നാണ് പരലോകത്ത്. അതല്ലെങ്കിൽ നരകത്തിന്റെ അടുത്ത് വരുമെന്ന് പറഞ്ഞ വൈം മിൻകും ഇല്ലാ വാരിദുഹ എന്ന് പറഞ്ഞത് എല്ലാവരും നരകത്തിൽ പ്രവേശിക്കപ്പെടുമെന്നാണ്. മുഅ്മിനീങ്ങൾക്ക് അവിടെ ബർദൻ വസലാമൻ, സമാധാനവും തണുപ്പായിരിക്കും, പക്ഷെ നരകം അവർ കാണും എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ആ നിലക്ക് ഇവിടെ ഈ ആയത്തിനെ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. എല്ലാവരും ആ നരകത്തിന്റെ വക്കിൽ വന്നു നിൽക്കുമെന്നാണ് റസൂൽ ഈ വിശുദ്ധ ഖുർആനിന്റെ ഈ വചനങ്ങൾ പഠിപ്പിക്കുന്നത്. എന്നിട്ടോ അതിന്റെ ബാക്കി എന്താ? അതിന്റെ തുടർച്ചയായ ആയത്ത് എന്താ? എല്ലാവരും വരുമെന്നാണ്. അപ്പൊ നമുക്ക് തോന്നും, സ്വർഗക്കാരെ എന്തിനാണ് നരകത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്? അവിടെയും പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഒരാൾ സ്വർഗത്തിലെ സുഖാനുഭൂതികൾ അനുഭവിക്കുമ്പോ അയാൾ നരകം കണ്ടാലാണ് അയാൾക്ക് അതിന്റെ ഒരു പൂർണ്ണത അനുഭവിക്കാൻ പറ്റുക. കാരണം ഈ നരകത്തിന്റെ യാതനകളും നരകത്തിന്റെ ഈ ഭീകരതയും കാണുന്ന മനുഷ്യൻ സ്വാഭാവികമായിട്ട് സ്വർഗത്തിലെത്തുമ്പോൾ പഠിച്ചോനെ ഇത് എത്ര വലിയ സുഖാനുഭൂതിയാണ്, അതിനെ പൂർണ്ണാർത്ഥത്തിൽ അയാൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുമെന്നാണ്. നരകം അയാൾ കാണും, സ്വർഗത്തേക്ക് പോകുന്ന ആളുകൾ പോലും കാണും. ഈ ആയത്തിന്റെ 72ാമത്തെ ആയത്ത് എന്താ? ഈ ആയത്ത് പറഞ്ഞ് അതിന്റെ തൊട്ടടുത്ത ആയത്താണ് സുമ്മ നുനജ്ജിൽ ലദീന തഖൗ, പിന്നീട് സൂക്ഷ്മത പാലിച്ച തഖ്വയുള്ള ആളുകളെ നാം ആ നരകത്തിന്റെ വക്കിൽ നിന്ന് രക്ഷപ്പെടുത്തും. അവിടെ പറഞ്ഞെന്താ? തഖ്വയുള്ള ആളുകളെ രക്ഷപ്പെടുത്തുന്നതാണ്. നമ്മൾ തഖ്വ നേടാനാണ് നോമ്പ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നോമ്പിന്റെ നിർബന്ധമാക്കപ്പെട്ട ആയത്ത് പറഞ്ഞപ്പോ അവിടെ പറഞ്ഞെന്താ? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് റമദാനിലെ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നത്. അപ്പോ ആ തഖ്വയുള്ള ആളുകളെ, സൂക്ഷ്മതാബോധമുള്ള ആളുകളെ ആ നരകത്തിന്റെ വക്കിൽ നിന്ന്, കോടാനുകോടി മനുഷ്യരിൽ നിന്ന് ചില ആളുകൾ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നതാണല്ല. ആ ആളുകളുടെ പ്രത്യേകത എന്താ? അവര് സൂക്ഷ്മതയുള്ളവരാണ്, അവർ ജീവിതത്തിൽ ദീൻ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവരാണ്. അവരെ ജീവിതത്തിന്റെ മുഖ്യ അജണ്ട എന്താണ്?
ദീനാണ് അവരുടെ മുഖ്യ അജണ്ട. ദീനിനെ മുഖ്യ അജണ്ടയായി ജീവിതത്തിൽ കൊണ്ടു നടന്ന ആളുകളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തു. എന്നിട്ട് അടുത്ത ഭാഗത്ത വനദറുല്ലാലിമീന ഫീഹാ ജിസിയ്യ, പിന്നീട് അക്രമികളായ ആളുകളെ, ദീനിനെ മുഖവിലക്കെടുക്കാത്ത ആളുകളെ അവരെ മുട്ടുകുത്തിയ നിലയിൽ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. അവരെ നരകത്തിലേക്ക് അങ്ങനെ വലിച്ചെറിയുന്നതാണ്. മുട്ടുകുത്തിയ നിലയിൽ. ഈ ദാലിമുകൾ എന്ന് പറഞ്ഞാൽ ദീനിനെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളാത്ത ആളുകളാണ്. ജീവിതത്തിൽ ഒരു ഭാഗത്തും ദീൻ പ്രാവർത്തികമാക്കാത്ത ആളുകളെ അവരെ അക്രമികൾ എന്നാണ് ഖുർആൻ വിളിച്ചത്. അവരെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നതാണ്. ഞാൻ ആമുഖമായി ഈ ഒരു ആയത്തും ഈ ഒരു സംഭവം, ഈ രണ്ട് ആയത്തുമാണ് മഹാനായ അബ്ദുല്ലാഹിബിൻ റവാഹ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തെ കരയിപ്പിച്ചത് ഈ ആയത്തുകളാണ് എന്നാണ്. ഇവിടെ നമുക്കറിയാം, നരകം എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ലോകത്ത് അള്ളാഹു നിയോഗിച്ച പ്രവാചകന്മാരെ കളവാക്കുകയും കളിയാക്കുകയും പരിഹസിക്കുകയും നിഷേധിക്കുകയും ചെയ്ത ആളുകളുണ്ട്. ശിർക്കു ചെയ്ത ആളുകളുണ്ട്, ബിദ്അത്തുകൾ ചെയ്ത ആളുകളുണ്ട്, നിഷേധ രൂപത്തിൽ മുന്നോട്ട് പോയ ആളുകളുണ്ട്. ഇങ്ങനെ മനുഷ്യരിൽ നിഷേധത്തിലും അധർമ്മത്തിലും മുന്നോട്ട് പോയ മനുഷ്യരെ അള്ളാഹു അവരെ ശിക്ഷിക്കാനുള്ള ശിക്ഷയുടെ കേന്ദ്രമാണ് യഥാർത്ഥത്തിൽ നരകം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ നരകം അത്തരം ആളുകൾക്കാണ് അള്ളാഹു ഒരുക്കി വെച്ചത്. ഇവിടെ നമുക്കറിയാം, ഈ നരകത്തെ പറ്റി പറയുമ്പോൾ നരകം അഹ്ലുസുന്ന പഠിപ്പിക്കുന്നത്, നരകം പരലോകത്ത് നമ്മളെ ഹിസാബ് കഴിഞ്ഞ് വിചാരണ കാത്തു നിൽക്കുമ്പോൾ അള്ളാഹു അവിടുന്ന് പടക്കണ ഒരു സംവിധാനമാണോ സ്വർഗവും നരകവും? അല്ല. മറിച്ച് അള്ളാഹു ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ നരകത്തെയും സ്വർഗത്തൊക്കെ അള്ളാഹു സൃഷ്ടിച്ച് അതിന്റെ സൃഷ്ടിപ്പ് പൂർത്തിയാക്കി കഴിഞ്ഞു എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. കാരണം ഖുർആൻ അതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങൾ ഒക്കെ ഒരു ഭൂതകാല ക്രിയയിലാണ് അത് പ്രയോഗിച്ചത്, ഒരു മാദിയായ ക്രിയയിലാണ്. എന്ന് പറഞ്ഞാൽ അവിടെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഉഇദ്ദത്ത് ലിൽ കാഫിരീൻ, സത്യനിഷേധികൾക്ക് വേണ്ടി നരകം തയ്യാർ ചെയ്യപ്പെട്ടിരിക്കുന്നു. തയ്യാർ ചെയ്യപ്പെട്ടു എന്നാണ് പറഞ്ഞത്, ചെയ്യപ്പെടുന്നല്ല. ഭാഷാപരമായി ഉഇദ്ദത്ത് എന്ന് പറഞ്ഞാൽ തയ്യാർ ചെയ്യപ്പെട്ടു എന്നാണ്. അപ്പൊ സ്വർഗം നരകം എന്നൊക്കെ പറഞ്ഞ സ്വർഗത്തെ പറ്റി പറഞ്ഞത് ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ, അത് മുത്തഖീങ്ങൾക്ക് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ടു, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ സ്വർഗവും നരകവും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? അള്ളാഹു സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആദ്യം നരകത്തിന്റെയും സ്വർഗത്തിന്റെയും സൃഷ്ടിപ്പ് പൂർത്തിയാക്കിയപ്പോൾ ആദ്യം ആ സ്വർഗവും നരകവും കണ്ടുവരാൻ അള്ളാഹു ആരോടാണ് പറഞ്ഞത്? ഒരു ഹദീസിൽ കാണാം, അള്ളാഹു ആദ്യം ജിബ്രീൽ അലൈഹിസ്സലാമയാണ് വിളിച്ചത് എന്നാണ്. ജിബ്രീൽ അലൈഹിസ്സലാമയെ വിളിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യാ ജിബ്രീൽ ഇദ്ഹബ് ഫൻദുർ ഇലന്നാർ, ജിബ്രീൽ നീ നരകത്തിലേക്ക് പോയി ആ നരകമൊന്ന് കണ്ടുവരൂ. എന്തിനാണ് നരകം കാണിക്കുന്നത്? അള്ളാഹു ആദ്യം നരകത്തിന്റെ പണി ഫിനിഷ് ആക്കിയിട്ട് ആദ്യം ജിബ്രീലിനാണ് അയക്കണത്. എന്നിട്ട് പറയണത്, ഈ നരകത്തിന്റെ അഖിലുകാർക്ക് ഞാൻ ഒരുക്കി വെച്ച ശിക്ഷകളൊന്ന് കണ്ടുവരൂ. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം നരകം പോയി കണ്ടു, തിരിച്ചു വന്നു. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നത്, പടച്ചോനെ, ഈ നരകം കണ്ട ഒരാൾക്കും ആ നരകത്തിലേക്ക് പോകുന്ന പ്രവർത്തനോ അല്ലെങ്കിൽ നരകത്തിൽ ഒരാൾ എത്തിപ്പെടുകയില്ല. കാരണം അത്രമേൽ ഭീകരമാണ് നരകത്തിന്റെ ഓരോ ശിക്ഷകളും. ജിബ്രീൽ അലൈഹിസ്സലാം കണ്ടിട്ടാണ് അള്ളാഹിന്റെ അടുക്കൽ വരുന്നത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുശേഷം നരകത്തെ ചില മക്കാരിഹുകൾ കൊണ്ട്, ചില കടമ്പകൾ കൊണ്ട് അതിനെ പൊതിഞ്ഞു എന്നാണ്. അതിനുശേഷം വീണ്ടും ജിബ്രീൽ അലൈഹിസ്സലാം നരകം കണ്ടു. എന്നിട്ട് വന്നിട്ട് പറഞ്ഞത്, ഈ നരകത്തിൽ പ്രവേശിക്കാതെ ഒരാളും രക്ഷപ്പെടുകയില്ല എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു. അപ്പോ നരകവും സ്വർഗവും ഒക്കെ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടു എന്നാണ്. ഇത് ഞാൻ പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ പരിശുദ്ധ റമദാനിൽ നമ്മൾ ഈ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴും, നമ്മൾ ഈ ക്ലാസ്സിന് ഇരിക്കുമ്പോൾ പോലും എന്തിനാണ് ഒരു ക്ലാസ്സിന് ഇരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കതിനൊരു മറുപടി ഉണ്ട്. നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് പറയുന്നൊരു മറുപടി ഉണ്ട്. എന്തിനാണ് രാത്രി നമ്മൾ ദീർഘമായി തറാവീഹ് നമസ്കരിക്കുന്നത്? എന്തിനാണ് ഫജ്ർ മുതൽ മഗ്രിബ് വരെ നമ്മൾ പട്ടിണി കിടന്ന് നോമ്പെടുക്കുന്നത്? ഇതിനെല്ലാം നമ്മുടെ മനസ്സിൽ ഒരു ആൻസർ ഉണ്ട്. എന്താ ആ ആൻസർ? സ്വർഗം കിട്ടണം എന്നാണ്. ഇത് മാത്രമാണ് നമ്മുടെ ഒരു ലക്ഷ്യം. നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗം കിട്ടണം എന്നതാണ് നമ്മുടെ ലക്ഷ്യം, അല്ലെ? അതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അതാണ് ഖുർആൻ പറഞ്ഞല്ലോ, ഫമൻ സുഹ്സിഹാനിൻ നാരി വഉദ്ഖിലൽ ജന്ന. ആരാണോ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്യുന്നത്, ഫഖദ് ഫാസ് എന്നാണ്. അവനാണ് ലോകത്തെ ഏറ്റവും വലിയ വിജയി എന്നാണ്. നമ്മുടെ ദുനിയാവിലെ കേവലം നൈമിഷികമായ വിജയങ്ങൾക്കപ്പുറത്ത് ഒരു മനുഷ്യന്റെ ആത്യന്തികമായ വിജയം നാളെ പരലോകത്തുനിന്ന് സ്വർഗം കിട്ടലാണ്, നരകത്തുനിന്ന് രക്ഷപ്പെടലാണെന്ന്. അതിനുവേണ്ടിയാണ് നമ്മൾ റമദാനിലെ ഈ സൽക്കർമ്മങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പോണത്. ഇന്നത്തെ വളരെ ചെറിയ ഒരു സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട ചില പോയിന്റുകൾ മാത്രം, നരകവുമായി ബന്ധപ്പെട്ട്
വിശുദ്ധ ഖുർആനിൽ വന്ന ഹദീസുകളിൽ വന്ന ചില പരാമർശങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു മനുഷ്യൻ ആദ്യം നരകം കണ്ടു തുടങ്ങുന്ന ചില രംഗങ്ങളുണ്ട്. ഒന്ന് മരണത്തിന്റെ രംഗമാണ്. അത് അവൻ എങ്ങനെയാണോ ഈ ദുനിയാവിൽ ജീവിച്ചത് അതിനനുസരിച്ച് സ്വർഗമോ നരകമോ അവന്റെ മരണത്തിന്റെ സമയത്ത് അവന് കാണിക്കപ്പെടും. പിന്നീട് ഒരു മനുഷ്യൻ നരകവും സ്വർഗമൊക്കെ കാണുന്നത് അവൻ ഖബറിൽ അവന്റെ മയ്യത്ത് 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞ് അവനെ ഖബറിലേക്ക് വെക്കുന്ന സമയം മുതൽ ഒരാൾ എവിടെയാണോ അവൻ ചെന്നു ചേരാനുള്ളത് ആ ഇരിപ്പിടങ്ങൾ അവൻ ഖബറിൽ കാണുന്നതാണ്. ഏത് സമയത്ത് കാണും? രാവിലെയും വൈകുന്നേരം ഇത് കാണുന്നതാണ്. റസൂലുള്ളാഹിന്റെ ഹദീസ് എന്താ? ഇന്ന അഹദകും ഇദാ മാത ഉരിദ അലൈഹി മഖഅദഹു ബിൽ ഗദാതി വൽ അശി, നിങ്ങളിൽ ഒരാൾ മരണപ്പെടുമ്പോൾ ഉരിദ അലൈഹി മഖഅദഹു ബിൽ ഗദാതി വൽ അശി, പ്രഭാതത്തിലും പ്രദോഷത്തിലും അവന് ചെന്നു ചേരാനുള്ള ഇരിപ്പിടം അവന്റെ മുമ്പിൽ മലായിക്കത്തുകൾ വന്ന് അവന് കാണിച്ചു കൊടുക്കും. എന്നിട്ട് അവന്റെ അടുക്കൽ വന്നിട്ട് പറയും ഹാദാ മഖഅദുക, ഇതാണ് നിന്റെ ഇരിപ്പിടം എന്നവന് പറഞ്ഞ് കാണിച്ചു കൊടുക്കും. എങ്ങനെ? റസൂല പറയാണ് ഇൻകാന മിൻ അഹ്ലിൻ നാർ, അവൻ നരകക്കാരനാണെങ്കിൽ നരകത്തിന്റെ ആളാണെങ്കിൽ അവന് കാണിക്കപ്പെടുന്ന എന്താണ്? അവന് നരകത്തിൽ അവന്റെ ഇരിപ്പിടം കാണിച്ചു കൊടുത്തും. എന്നിട്ട് പറയും ഹാദാ മഖഅദുക, ഇതാണ് നിന്റെ ഇരിപ്പിടം എന്ന് പറയുന്നതാണ്. നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഇവിടെ നമ്മുടെ ഈ ചമ്പാട് ഇവിടെ ഖബർസ്ഥാനങ്ങളിൽ കിടക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവര് ഖബറുകളിൽ ബർസഖിയായ ലോകത്താണ്. അവർ ഇന്നു രാവിലെയും എന്ത് ചെയ്തിട്ടുണ്ട്? ഒന്നുകിൽ നരകം കണ്ടിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം ഈ സംസാരിക്കുന്ന പ്രദോഷത്തിലും ഒന്നുകിൽ സ്വർഗക്കാരനാണെങ്കിൽ അവർ സ്വർഗം കാണും, അല്ലെങ്കിൽ നരകം കാണുന്നതാണ്. ഇതെല്ലാം രാവിലെയും വൈകുന്നേരവും ഈ പ്രതിഭാസം ഇവിടെ നടക്കുന്നുണ്ട്. എവിടെ? ബർസഖിയായ ലോകത്ത് ഇത് നടക്കുന്നുണ്ട്. ആരാണ് കാണിച്ചു കൊടുക്കുക? മലായിക്കത്തുകളാണ് കാണിച്ചു കൊടുക്കുന്നത്. ഹാദാ മഖഅദുക, അവന് ചെന്നു ചേരാനുള്ള എന്റെ സ്ഥാനം ഇതാണ് എന്ന് പറഞ്ഞിട്ട് അവന് കാണിച്ചു കൊടുക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ സ്വർഗക്കാരന്റെ പണിയെടുത്തവന് സ്വർഗം കാണും, നരകക്കാരന്റെ പണിയെടുത്താക്ക് നരകം കാണും. ഇത് ഏതുവരെയാണ് ഈ പ്രതിഭാസം ആവർത്തിക്കപ്പെടുക? ഹത്താ യബഅസകല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്തു നാൾ സംഭവിക്കുന്നത് വരെ, സൂറെന്ന കാഹളത്തിൽ ഇസ്രാഫീൽ എന്ന മലക്കൂതുന്നത് വരെ ഈ പ്രതിഭാസം ഇവിടെ ഇങ്ങനെ നടക്കും. അപ്പൊ ഒന്നാമത് കാണുന്നത് ഈ സമയത്താണ്. അതേപോലെ തന്നെ നമ്മൾ ആലോചിക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നരകം കണ്ട ചില സന്ദർഭങ്ങൾ ഹദീസുകളിൽ കാണാം. പ്രവാചകൻ നമുക്കറിയാം നേരിട്ട് സ്വർഗവും നരകവും റസൂലുള്ള കണ്ണോണ്ട് കണ്ടിട്ടുണ്ട്. നമ്മൾ ആരും എന്ത് ചെയ്തിട്ടില്ല? സ്വർഗം നേരിട്ട് കണ്ടവരില്ല. നമ്മൾ ആരും നരകം നേരിട്ട് കണ്ടിട്ടില്ല. നമ്മൾ ഗൈബിയായ കാര്യങ്ങളിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പരലോകത്തെ പല കാര്യം പിന്നെ യുഅ്മിനൂന ബിൽ ഗൈബ് എന്നാണ് പറഞ്ഞത്. ഗൈബിൽ വിശ്വസിക്കുന്നവരാണ് അവർ. അപ്പോൾ നമ്മൾ കണ്ണുകൊണ്ട് കാണാത്തതിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മിഅ്റാജിന്റെ വേളയിൽ സ്വർഗവും നരകവും ഒക്കെ കണ്ടു. ആ സമയത്തെ പറ്റി റസൂലുള്ളാഹിക്ക് അതിന്റെ കൃത്യമായ ബോധ്യമുണ്ട്. കണ്ടതാണ് നരകവും സ്വർഗമൊക്കെ. റസൂലുള്ളാഹി അതിൽ കണ്ടു, സ്വർഗത്തിൽ ഒരു വീട് കണ്ടു എന്നൊക്കെ പറഞ്ഞ ഹദീസുകൾ കാണാം. നരകത്തിൽ കൂടുതലും സ്ത്രീകളാണ്. അക്സറു അഹ്ലിഹൻ നിസാ, ഞാൻ നരകം കണ്ടു, നരകത്തിൽ അധികവും അവിടെ ഞാൻ സ്ത്രീകളെയാണ് കണ്ടത്. അതിന്റെ ചില കാരണങ്ങളും റസൂലുള്ളാഹി ഹദീസുകൾ പറഞ്ഞു. തക്ഫുർനൽ അശീറ, അവര് ഭർത്താവിന്റെ നല്ല നിലയിലുള്ള പെരുമാറ്റങ്ങളെ, നന്മയെ അവർ നിഷേധിക്കും. ഒരു കാരണമാണ്, വ്യത്യസ്ത കാരണങ്ങളുണ്ട്. അപ്പൊ അതെന്താണ്? അപ്പോ ഒരു ഭർത്താവ് ഭാര്യക്ക് ദീർഘമായ വർഷം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. പക്ഷെ എന്തെങ്കിലും ഒരു വീഴ്ച വരുമ്പോൾ സ്ത്രീകളുടെ ഒരു സ്വഭാവമാണ് എന്ത്? നിങ്ങൾ പണ്ടേ അങ്ങനെ തന്നെയാണ്, നിങ്ങൾ എപ്പോഴാണ് എനിക്ക് ഇതൊക്കെ ചെയ്തു തന്നത്? അങ്ങനെ ഒരു വർത്തമാനത്തിലൂടെ എന്ത് ചെയ്തു? ആ 20 കൊല്ലത്തെ ഒരു കമന്റിൽ എന്ത് ചെയ്തു? അവർ മൊത്തം എന്ത് ചെയ്തു? അതിനെ നിഷേധിക്കുന്ന ഒരു പ്രവണത അവരിലുണ്ട്. ഭർത്താവിന്റെ നന്മയെ നിഷേധിക്കുന്ന പ്രവണത. അതുകൊണ്ട് എന്നാണ് ഒരു ഹദീസിൽ കാണാം. പിന്നെ വസ്ത്രധാരണം പറയുന്നുണ്ട്. വ്യത്യസ്ത കാരണങ്ങളുണ്ട്. അവിടെ റസൂൽ ഒരിക്കൽ സഹാബികളോട് പറയാണ്, ലൗ റായിതും മാ റായിതു, ഞാൻ കണ്ടതെങ്ങാനും നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ ലളഹിത്തും ഖലീല, നിങ്ങൾ അല്പം മാത്രമേ ചിരിക്കുമായിരുന്നുള്ളൂ. വല ബക്കൈതും കസീറ, നിങ്ങൾ ധാരാളം കരയുമായിരുന്നു. എന്താണ് കണ്ടത് എന്ന് റസൂൽ പറഞ്ഞില്ല. ഞാൻ കണ്ടത് നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് ചിരിക്കാനും ആർത്തുല്ലസിക്കാനും ആനന്ദിക്കാനും നിങ്ങൾക്ക് അധികം സമയം കാണുമായിരുന്നില്ല. നിങ്ങൾ ധാരാളം കരയുമായിരുന്നു. സഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, വമാ റഅയ്ത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ നിങ്ങൾ എന്താണ് കണ്ടത്? റസൂൽ പറയാണ്, റഅയ്തുൽ ജന്നത വന്നാർ, ഞാൻ സ്വർഗവും നരകവും കണ്ടിട്ടുണ്ട്. അതാണ് റസൂൽ പറഞ്ഞത്. അത് നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചിരിക്കാൻ കഴിയൂല, നിങ്ങൾ ധാരാളം കരയുമായിരുന്നു. ആ നരക മോചനത്തിനു വേണ്ടി കരഞ്ഞുകൊണ്ട് നിങ്ങൾ സമയങ്ങളെ തള്ളി നീക്കുമായിരുന്നു എന്ന് പ്രവാചകൻ പറയാണ്. അത്രമേൽ ഭീകരമാണ് നരകത്തിന്റെ ഓരോ ശിക്ഷകളും എന്നാണ്.
പ്രവാചകൻ പറയുന്ന മറ്റൊരു ഹദീസിൽ കാണാം, നരകത്തെക്കാൾ ഭയാനകരമായ ഒരു രംഗം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നാണ്. ഇനി അതിന്റെ ഓരോ കാര്യങ്ങളും, നരകത്തിന്റെ ഭീകരതയും കാഠിന്യവും അതിന്റെ ഭയാനകത അറിയുമ്പോഴാണ് നമുക്ക് തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുക. യഥാർത്ഥത്തിൽ ഖുർആൻ നരകത്തെ ഡീപ്പായിട്ട് പരാമർശിക്കുന്നു, ഹദീസുകളിലും കാണാം. അപ്പൊ ഇതൊക്കെ പറയുന്നതിന്റെ ഒരു ഉദ്ദേശം എന്താണ്? ഇപ്പൊ ഒരു വ്യക്തി തിന്മകളിൽ മുന്നോട്ട് പോകുമ്പോൾ ആ നരകം ബോധ്യപ്പെട്ട ഒരു മനുഷ്യനെ പഠിച്ചവനെ ആ നരകത്തേക്കുള്ള പണി ഞാൻ എങ്ങനെയാണ് എടുക്കുക, അവന്റെ ജീവിതത്തിൽ ഒരു തസ്കിയത്ത് ഉണ്ടാകും. ഇപ്പൊ യഥാർത്ഥത്തിൽ ജാഹിലിയ അറബികളെ പ്രവാചകൻ സംസ്കരിച്ച രീതിശാസ്ത്രം എടുത്തു നോക്കുമ്പോൾ അവിടെ സ്വർഗവും നരകവും ഒക്കെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ചെയ്ത് ജീവിച്ചാൽ നിങ്ങൾക്ക് സ്വർഗാണ്, ഇങ്ങനെ ചെയ്താൽ നരകാണ് എന്നൊക്കെ കൃത്യമായിട്ട് റസൂൽ അലൈഹി സ്വലം പഠിപ്പിച്ചു കൊടുത്തു. അപ്പോ ഒരു ലഹരി ഉപയോഗിക്കുന്ന ഒരാള് അല്ലെ, ലഹരി ഉപയോഗിച്ചാല് ഖംർ ഉപയോഗിച്ചാൽ എന്താണ്? തീനത്തുൽ ഖബാല് കുടിപ്പിക്കപ്പെടുന്നതാണ് അവിടെ നരകത്തില്. റസൂലുള്ളാഹിന്റെ സഹാബികൾ ചോദിച്ചു, വമാ തീനത്തുൽ ഖബാൽ, എന്താണ് തീനത്തുൽ ഖബാൽ? അവനൊരു പാനീയം കുടിപ്പിക്കപ്പെടുന്നതാണ്, ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ അല്ലെ. നമ്മൾ ഓരോ പ്രഭാതത്തിലും കേൾക്കുന്നത്, ഇപ്പൊ ഇന്നും വാട്സപ്പില് എത്രങ്ങാനും വാർത്തകളാണ് ലഹരി. MDMA വിഴുങ്ങിയിട്ട് മരിച്ചത് ഇന്നൊരു ന്യൂസ് കണ്ടു. MDMA പോലീസുകാരെ കണ്ടപ്പോ അത് വിഴുങ്ങി, അപ്പൊ എന്ത് ചെയ്തു? മരണപ്പെട്ടു. എത്ര വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് നരകക്കാരന്റെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ഒരു പ്രത്യേകമായ രക്തവും ചലവും കലർന്ന ഒരു ദ്രാവകമാണ് അവന് കുടിപ്പിക്കപ്പെടുക. ഒസാറത്തു മിൻ അഹ്ലിന്നാർ, നരകക്കാരന്റെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ദ്രാവകം. അതാണ് ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ. ഈ ലഹരിയെ ഒഴിവാക്കി, മദ്യത്തെ ഒഴിവാക്കി ഒരാൾ ജീവിതത്തെ സംസ്കരിച്ചാൽ അവന് ആളെ പരലോകത്ത് സ്വർഗത്തിലെ അവന് സുഖാനുഭൂതികളുടെ ലോകത്ത് അവിടെയുള്ള പാനീയങ്ങൾ അവന് കുടിക്കാനുള്ള അവസരമുണ്ട്. ഇത് പറയുമ്പോൾ അതാണ് ഒരാളെ തിന്മയിൽ നിന്ന് മോചിപ്പിക്കാണ്. നന്മയിൽ താല്പര്യം ഉണ്ടാകും. സ്വർഗം പറയുമ്പോൾ അവനൊരു സുന്നത്ത് സ്കരിക്കണം എന്ന് തോന്നപ്പോഴാണ് സ്വർഗം കിട്ടണം, തഹജ്ജുദ് സ്കരിക്കണം എന്ന് തോന്നപ്പോഴാണ് ആ സ്വർഗത്തിന്റെ വർണ്ണനകൾ കേൾക്കുമ്പോൾ പഠിച്ചോ എനിക്ക് ആ സ്വർഗം കിട്ടണമല്ലോ, ആ താല്പര്യത്തിൽ ഒരാൾ എന്ത് ചെയ്യും? ഇബാദത്തുകൾ ചെയ്യും. ഇത് കേൾക്കുമ്പോൾ ഒരാള്, ഇതാണ് നമ്മള് നരകത്തിലെ ഓരോ കാര്യം, അതിലെ ചെറിയ ശിക്ഷ പോലും ഭയങ്കരമാണ്. ചെറിയ ശിക്ഷ, നമ്മൾ ചെറിയ ശിക്ഷയുമായി ബന്ധപ്പെട്ട് ഹദീസ് വായിക്കുന്ന അബൂ ത്വാലിബുമായി ബന്ധപ്പെട്ട ഹദീസ് നമുക്കറിയാം, റസൂലുള്ളാഹിന്റെ മൂത്താപ്പയാണ്. എന്നാൽ പ്രവാചകനെ അവിടെ വലിയ പ്രതിസന്ധി കാലത്ത് പ്രവാചകന് സംരക്ഷണം നൽകി എന്നതിന്റെ പേരിൽ ഒരു ഷഫായത്ത് അദ്ദേഹത്തിന് നൽകപ്പെടുന്നുണ്ട്. ഷഫായത്ത് സ്വർഗത്ത് കാക്കല്ല, മറിച്ച് നരകത്തിൽ പ്രവാചകനെ സംരക്ഷിച്ചു എന്നതിന്റെ പേരിൽ ശിക്ഷയിൽ ഒരു ചെറിയ അളവ്. അത് കാലാകാല ആ ശിക്ഷയിലാണ്. കാരണം തൗഹീദില്ല, ഹിദായത്ത് കിട്ടാതെയാണ് അബൂ ത്വാലിബ് മരിച്ചത്. റസൂൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്തിരുന്നു. പക്ഷെ അവിടെ കൂടിയിരുന്ന ഖുറൈശി പ്രമുഖരെ കണ്ട് അവസാനം പറഞ്ഞത് വഅലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്തിലെ തന്നെയാണ്. അങ്ങനെ തന്നെ അവിടെ മരിച്ചു. അതെല്ലാം അറിയായിരുന്നു, റസൂലുള്ളാഹിന്റെ ദീനാണ് ഏറ്റവും ഉത്കൃഷ്ടമായ ദീൻ എന്നൊക്കെ അറിയാം. പക്ഷെ പ്രഖ്യാപിക്കാൻ തൗഫീഖ് കിട്ടിയില്ല. അവിടാണ് അള്ളാഹു പറഞ്ഞു, ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹു യഹ്ദി മൻ യശാ. നിങ്ങൾ ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കാൻ പ്രവാചകരെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവരെ ഹിദായത്തിലാക്കാൻ കഴിയില്ല. അള്ളാഹുവാണ് ഹിദായത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വഴി കാണിക്കാനേ നമുക്ക് പറ്റുള്ളൂ. ഒരാൾക്ക് ഹിദായത്ത് കൊടുക്കാൻ നമുക്ക് കഴിയില്ല, അത് അള്ളാഹ് കൊടുക്കേണ്ടതാണ്. നമുക്ക് എന്ത് ചെയ്യാം? ഇതാണ് ശരിയെന്ന് പറഞ്ഞു കൊടുക്കാം. ഒരാൾക്ക് ഒരു ചെറുപ്പക്കാരനെ കാണുമ്പോൾ ലഹരി ഉപയോഗിക്കരുത്, ഈ തൗഹീദും കാര്യങ്ങളൊക്കെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാം. പിന്നെ ബാക്കി പടച്ചോൻ അയാൾക്ക് കൊടുക്കേണ്ട തൗഫീഖാണ് എന്ത്? അയാൾ മാറി ചിന്തിക്കാനും അയാൾക്ക് അതിനുള്ള ഒരു അവസരം കിട്ടുക എന്നുള്ളത്. അപ്പൊ ഇവിടെ അബൂ ത്വാലിബിന് കിട്ടുന്ന ശിക്ഷ എന്താ? അതാണ് നമ്മുടെ വിഷയം. അബൂ ത്വാലിബ് ഏറ്റവും ചെറിയ ശിക്ഷയാണ്. അതെന്താ? നരകത്തിലെ ഏറ്റവും ചെറുത് ബിനഅലൈനി മിൻ നാർ എന്നാണ്. നരകത്തിലെ തീക്കനൽ കൊണ്ടുള്ള ഒരു പ്രത്യേകമായ ചെരുപ്പ് അണിയിക്കപ്പെടുമെന്നാണ്. അതവന്റെ കാൽപാദത്തിൽ വെക്കുമ്പോൾ ചീനച്ചട്ടി തിളക്കുന്നത് പോലെ അവന്റെ തലച്ചോറ് തിളച്ചു പൊന്തുന്ന അതിഭീകരമായ ഒരു നരകത്തിലെ ചെറിയ ശിക്ഷ. ഇത് മദ്രസയിൽ ഒരിക്കൽ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ ഒരു കുട്ടി ചോദിച്ചത്, അല്ല ഉസ്താദ് ഇത് ചെറുതാണോ, അപ്പൊ ഇതിന്റെ വലുത് എന്തായിരിക്കും എന്നാണ്. ആ കുട്ടീന്റെ ചിന്ത പോയത്, ഏറ്റവും ചെറുത് ഇതാണെങ്കിൽ ബാക്കിന്റെ അവസ്ഥ എന്തായിരിക്കും? ഒരു വല്ലാത്ത ചിന്തയാണത്. അപ്പൊ അതിനേക്കാളും ഭീകരമാണ് ബാക്കിയുള്ളതൊക്കെ. ഇത് ഏറ്റവും ചെറുതാണ്. അവന്റെ തലച്ചോറ് തിളച്ചു പൊന്തുന്ന അതിഭീകരമായ കാൽപാദത്തിൽ വെച്ച ഒരു തീക്കനൽ പോലും അത്ര സ്ട്രോങ് ഉണ്ടെങ്കിൽ 70 ഇരട്ടി ചൂടുള്ള നരകത്തെയാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അല്ലെ, സാധാരണ നമ്മൾ അടുപ്പ് ഇപ്പൊ പല വീടുകളിലും അടുപ്പില്ല. സാധാരണ അടുപ്പിൽ നമ്മൾ അടുപ്പ് കത്തിക്കുമ്പോ അവിടുത്തെ കല്ല് സാധാരണ എന്ത് ചെയ്യാറില്ല? കത്താറില്ലല്ലോ. അത് നരകത്തിലെ തീ കൊണ്ട് എന്ത് കത്തുന്നതാണ്? കല്ല് കത്തുന്നതാണ്. അല്ലെ, ഖുർആൻ പറഞ്ഞു സൂറത്ത് തഹ്രീമിൽ വഖൂദുഹന്നാസു വൽ ഹിജാറ,
അവിടെ കല്ലും മനുഷ്യനുമാണ് അവിടെ ഇന്ധനമായി കത്തിക്കപ്പെടുന്നത്. ഇവിടെ കല്ല് കത്തുന്നതുമായി ബന്ധപ്പെട്ട് ഇമാം ഖുർത്തുബിയുടെ തഫ്സീറിൽ ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ കല്ല് കത്തുമ്പോൾ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. എന്താ കല്ല്, നമ്മൾ ഇതുവരെ കല്ല് കത്തി കണ്ടിട്ടില്ലല്ലോ, പക്ഷെ നരകത്തിൽ കല്ല് കത്തുന്നതാണ്, കല്ല് കത്തുന്ന നരകാണ്. അവിടെ കല്ല് കത്തുമ്പോ എളുപ്പത്തിൽ അതിനെ തീ പിടിക്കും എന്നാണ്. അതേപോലെ മോശമായ ഒരു ഗന്ധം കല്ല് കത്തുമ്പോൾ പുറത്തേക്ക് ഉണ്ടാകുന്നതാണ്. ഒരു മോശപ്പെട്ട ഒരു സ്മെല്ല് പുറത്തേക്ക് വരുന്നതാണ്. അതേപോലെ ധാരാളം പുകപടലങ്ങൾ ആളിപ്പടരും കല്ല് കത്തുമ്പോൾ ഉണ്ടാകുന്ന കാര്യം. ഇത് അള്ളാഹു നരകത്തിൽ ഒരു കല്ല് കത്തുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന കുറെ മറ്റ് എഫക്റ്റുകളാണ് പറയുന്നത്. 2, കല്ല് കത്തിയാൽ മനുഷ്യന്റെ ശരീരത്തിലേക്ക് അത് ഒട്ടിപ്പിടിക്കാനും അവന്റെ ശരീരത്തിലേക്ക് പറ്റിപ്പിടിക്കാനും അവനെ ശിക്ഷ കൂടുതൽ അനുഭവിപ്പിക്കാനുമാണ് കല്ല് കത്തിക്കുന്നത് എന്നാണ് മറ്റൊന്ന്. അതേപോലെ തന്നെ കല്ല് കത്തിയാൽ കടുത്ത ചൂടാണ്, സാധാ ചൂടല്ല. നമുക്കറിയാം കല്ല് നന്നായിട്ട് കത്തിയായ്മ തൊട്ടാൽ ഭയങ്കര ചൂടായിരിക്കും, അതിന്റെ ചൂട് പോകാൻ തന്നെ. ആ നിലക്കാണ് കല്ല് കത്തിക്കുന്നത് എന്നാണ് ഇമാം ഖുർത്തുബി ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇവിടെ ചില കാര്യങ്ങൾ, അവിടെ നരകവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച ചില പേരുകൾ നമുക്ക് കാണാൻ സാധിക്കും. വ്യത്യസ്ത പേരുകൾ ഖുർആനിൽ നരകവുമായി ബന്ധപ്പെട്ട് പ്രയോഗിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് നാർ എന്നാണ്. ഈ ഓരോ പേരിനും ഓരോ അർത്ഥമുണ്ട്. അപ്പൊ നരകത്തിന് കുറെ പേരുണ്ട്. ഓരോ പേരിന്റെ അർത്ഥവും ഓരോ പേരിന്റെ വേർഡും ഓരോ നരകത്തിന്റെ വിശേഷണങ്ങളെയാണ് അറിയിക്കുന്നത്. അതാണ് അതിന്റെ പ്രത്യേകത. ഇപ്പൊ അന്ത്യദിനത്തിന് ധാരാളം പേരുകളുണ്ട്. യൗമുദ്ദീൻ, പ്രതിഫല നാള്, യൗമുൽ ഹിസാബ്, വിചാരണയുടെ നാള്, ഇങ്ങനെ ധാരാളം പേരുകളുണ്ടാവും. അതേപോലെ നരകത്തിന് നാർ എന്ന പേര്, നാറ് എന്ന് പറഞ്ഞ തീയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട നരകത്തിൽ തീയാണ് അവിടുത്തെ ശിക്ഷ, കത്തുക എന്നുള്ള. പിന്നെ ജഹന്നം എന്ന ഒരു പേരുണ്ട്. നമ്മൾ ധാരാളം ഖുർആൻ ഓതുമ്പോൾ വായിക്കുന്ന ഒരു പദമാണ് ജഹന്നം. എന്താണ് ജഹന്നമിന്റെ അർത്ഥതലം? എന്താണ്? ആഴത്തിൽ അഗാധമാണ് നരകം, ഇരുൾമുറ്റിയതാണ് നരകം, അതറിയിക്കുന്ന ഒരു പദമാണ് ജഹന്നം. പിന്നെയോ ജഹീം, അതിന്റെ ആളിക്കത്തൽ പരിഗണിച്ചുകൊണ്ടാണ് ജഹീം എന്ന പേര് വന്നത്. ലള എന്ന് പറഞ്ഞാൽ അതിന്റെ ജ്വാല പരിഗണിച്ചുകൊണ്ടാണ് ലള. കല്ല ഇന്നഹാ ലള. ഹാവിയ എന്ന പേരുണ്ട്, ആണ്ടുപോകുന്നത് എന്നർത്ഥം. ഹുത്തമ എന്ന പേരുണ്ട്, അത് പൊടിച്ചു കളയുന്നത്, നുറുക്കിക്കളയുന്നത്. സഈർ എന്ന ഒരു നാമമുണ്ട്, അതിന്റെ അർത്ഥം കത്തിജ്വലിക്കലിന്റെ, അതിന്റെ ഭീകരത പരിഗണിച്ചുകൊണ്ടാണ് സഈർ എന്ന പേര്. പിന്നെ സഖർ എന്ന നരകം, സഖറിനെ പറ്റി പ്രത്യേകം സൂറത്ത് മുദ്ദത്തിറിലൊക്കെ കാണാം. ഖുർആൻ പറഞ്ഞു സഉസ്ലീഹി സഖർ, വടിയെ നാം അവരെ സഖർ എന്ന നരകത്തിലിട്ട് എരിക്കുന്നതാണ്. എന്നിട്ട് ഖുർആൻ ചോദിക്കാണ് വമാ അദ്റാക മാ സഖർ, സഖർ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ലബ്ബ ലാ തുബ്ഖി വലാ തദർ, അതൊന്നും ബാക്കിയാക്കുകയോ വിട്ടുകളയുകയോ ഇല്ല. ലബ്ബാഹത്തുൽ ലിൽ ബശർ, അത് മനുഷ്യന്റെ തൊലികരിച്ച് രൂപം മാറ്റി കളയുന്നതാണ്. എന്നിട്ട് ഖുർആൻ പറയാണ് അലൈഹാ തിസ്അതഅശർ, നരകത്തിന് കാവൽ നിൽക്കുന്നത് 19 പേരാണ് എന്ന്. സൂറത്ത് മുദ്ദസിറാണ് ആയത്ത്. മേൽനോട്ടം വഹിക്കുന്ന നരകത്തിന്റെ കാവൽക്കാർ, അതിന്റെ പ്രൊട്ടക്ഷൻ ഏറ്റെടുത്തിരിക്കുന്നത് 19 മലായിക്കത്തുകളാണെന്ന്. ഇപ്പൊ 19 എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ചെറിയ എണ്ണായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ആയത്ത് ഇറങ്ങിയപ്പോ, ഈ ആയത്തിന്റെ തഫ്സീർ നോക്കിയാൽ കാണാം ഒരു സംഭവം ഉണ്ട്. ഈ ആയത്ത് മക്കത്ത് ഇറങ്ങിയപ്പോ അവിടുത്തെ സത്യനിഷേധികളായ ആളുകൾ, അബൂജഹലിനെ പോലെയുള്ള ആളുകൾ, അവരുടെ പരിഹാസം എന്തായിരുന്നു എന്ന് ചോദിച്ചാല്, ഞങ്ങൾ ഇത്ര ആളെ ഞങ്ങൾ നോക്കാം നരകത്തുനിന്ന്, മുഹമ്മദ് പറയുന്ന നരകത്തുനിന്ന് ഒരു 10 ആളെ ഞാൻ നോക്കാം, 9 ആൾ നിങ്ങളെല്ലാവരും കൂടി നോക്കി നമുക്ക് എന്ത് ചെയ്യാം, അവിടുന്ന് മുഹമ്മദ് പറയുന്ന നരകത്തുനിന്ന് ചാടിക്കടക്കാം. ഇത് തഫ്സീറിൽ കാണാം. ഒരു പരിഹാസ രൂപത്തിലുള്ള ഒരു പ്രയോഗം അവിടെയുള്ള ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടായി. അവിടെയാണ് ഒരു മലക്കിന്റെ ശക്തി തന്നെ കോടാനുകോടി മനുഷ്യരെ മലർത്തിയടിക്കാൻ മാത്രം ശക്തിയും കഴിവും കേവലം ഒരു മലക്കിനുണ്ട്. നമ്മൾ പല സമുദായങ്ങളും നശിപ്പിക്കപ്പെട്ട ചരിത്രം നമ്മൾ പഠിക്കുന്നുണ്ട്. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിയുടെ കൗമ്, പല കൗമും നശിപ്പിക്കപ്പെട്ട ചരിത്രങ്ങൾ. ഇവിടെയൊക്കെ അള്ളാഹു വലിയ ഒരു സംഘം മലായിക്കത്തുകളൊന്നും ഇറക്കിയിട്ടില്ല, ഒരു മലക്ക്. അതിന്റെ ഒരു ചെറിയ ഒരു ഇതുകൊണ്ടാണ് എന്ത് ചെയ്യണത്, ഒരു സമൂഹം നശിപ്പിക്കപ്പെടുകയൊക്കെ ചെയ്തത്. അതുകൊണ്ട് തന്നെ കേവലം ഒരു മലക്കിന്റെ ശക്തിയാണ്. അങ്ങനെ 19 മലക്കുകളാണ് നരകത്തിന് കാവൽ നിൽക്കുന്നത്. ആ മലക്കുകളെയാണ് ഖുർആൻ സബാനിയാക്കൾ എന്ന് പറഞ്ഞത്, ഖസനത്തു ജഹന്നം എന്ന് പറഞ്ഞത്. അവിടെയാണ് ഖുർആൻ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്, കഠിന ഹൃദയരായ പരുഷ സ്വഭാവികളായ മലക്കുകളാണ് അതിന് കാവൽ നിൽക്കുന്നത് എന്ന് പറഞ്ഞത്. അവരുടെ നേതാവിന്റെ പേരാണ് മാലിക്. ഇതൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. ഇതിന്റെ വളരെ ഡീപ്പായിട്ടുള്ള ഒരു പഠനത്തിന് വേണ്ടിയിട്ട് ഒരു പുസ്തകം ഞാൻ പറയാം. മലയാളത്തിൽ എഴുതപ്പെട്ട ഒരു പുസ്തകമുണ്ട്, നരകം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം. അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതാണ്. മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത നരകം എന്ന് പറഞ്ഞ
വിസ്റ്റം ബുക്സിന്റെ ഒരു പുസ്തകമുണ്ട്. അത് എഴുതിയത് അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള മദീനി ഹഫിളഹുല്ല എഴുതിയ വിവർത്തനം ചെയ്ത പുസ്തകമാണ്. അതിൽ വിശദമായി ഓരോ സൈഡ് ഹെഡിങ്ങുകൾ കൊടുത്ത് ഓരോന്നും പറയുന്നുണ്ട്. അതിൽ നരകത്തിന്റെ കാവൽക്കാർ, അതുമായി ബന്ധപ്പെട്ട ആയത്ത്, അതുമായി ബന്ധപ്പെട്ട ഹദീസ്, ഓരോന്നും കൃത്യമായി പഠിപ്പിക്കുന്ന ഭാഗമാണ്. അവിടെ ഈ നരകത്തിന്റെ കാവൽക്കാരോടാണ് ശരിക്കും നരകക്കാർ വെള്ളം ചോദിക്കുന്നത് ഇവരോടാണ്. വെള്ളം തരുമോന്ന് ചോദിക്കും. ദാഹിക്കുമ്പോഴേ ഇവര് വെള്ളം ചോദിക്കും. അപ്പൊ എന്താ ചെയ്യാ? ഇവരോടാണ് ചോദിക്കണേ, ഈ കാവൽക്കാരോടാണ് എല്ലാം ചോദിക്കുക. അവര് വെള്ളം ചോദിച്ചാൽ അവര് വെള്ളം കൊടുക്കും. കൊടുക്കണ വെള്ളം എന്താ? ഹമീം എന്ന അതികഠിനമായ ചൂടുള്ള വെള്ളമാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് വശാരിബൂന ശുർബൽ ഹീം, വശാരിബൂന ശുർബൽ ഹീം, ഒട്ടകങ്ങൾ കുടിക്കുന്നത് പോലെ അവർ അതികഠിനമായ ഹമീമിൽ നിന്ന് അവർ കുടിക്കും. അത് കുടിച്ചാൽ തന്നെ അവരുടെ ആന്തരിക അവയവങ്ങൾ കംപ്ലീറ്റ് കരിഞ്ഞ് കേടുവരുന്ന അതിഭീകരമായ വെള്ളമാണ്. അപ്പൊ നമുക്ക് തോന്നും അത് കുടിക്കാതിരുന്ന പോലെ. ഇല്ല, ചോദിച്ചാൽ അവർ കുടിക്കുന്നതാണ്. ആ ദാഹം കൊണ്ട് അവർ കുടിക്കും, അത് മോന്തി കുടിക്കും എന്നാണ്. ഏതുപോലെ ദാഹിച്ചു വലഞ്ഞ ഒട്ടകം എന്നാണ്, ഹീം എന്നാണ് ഖുർആൻ പ്രയോഗിച്ചത്. ഒട്ടകത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ? നമുക്കറിയാം, ദാഹിച്ചു വലഞ്ഞ ഒട്ടകം ഒന്നിച്ചിട്ട് വെള്ളം കുടിക്കും. ഒന്നായിട്ട് സ്റ്റോർ ചെയ്യലാണ്. അതിന്റെ പൂഞ്ഞമല് ഇങ്ങനെ സംഭരിച്ചു വെക്കലാണ്. ഒട്ടകം എന്ന് പറഞ്ഞ മൃഗം ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു മൃഗമാണ്. നമ്മൾ ഈ ഗൂഗിളിലൊക്കെ സെർച്ച് നോക്കിയാൽ ഞാൻ ഈ അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത് എന്ന ആയത്തുണ്ടല്ലോ സൂറത്തുൽ ഗാശിയയിൽ. ആ ആയത്ത് ഇങ്ങനെ വായിച്ചപ്പോൾ, വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ എത്രങ്ങാനും അത്ഭുതങ്ങളാണ് ഒട്ടകങ്ങളായിട്ടുള്ളത്. ഒട്ടകത്തെ ആദ്യം പറയാൻ അവിടെ ഒരു കാരണം ഉണ്ടായിരുന്നു. എന്താ? അറബികൾക്ക് ഏറ്റവും സുപരിചിതമായ ഒരു മൃഗമാണ് ഒട്ടകം. അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാധനമാണ് ഒട്ടകം. അവർ വാഹനമായിട്ട് ഉപയോഗിക്കും, മാംസമായിട്ട് ഉപയോഗിക്കും, അതിന്റെ പാൽ ഉപയോഗിക്കും, എല്ലാം അവർ ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് ഒട്ടകം. ആ ഒട്ടകത്തെ പറ്റി പറഞ്ഞിട്ടാണ് അല്ലാഹ് ചോദിക്കുന്നത് അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്, ഒട്ടകം എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് അവർ നോക്കുന്നില്ലേ? അപ്പൊ ഒട്ടകത്തിലേക്ക് നോക്കിയാൽ ഒട്ടകത്തെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവിനെ കണ്ടെത്താം. എന്താണ് ഒട്ടകത്തിന്റെ പ്രത്യേകത? അതിന്റെ തൊലി പ്രത്യേകത. അത് ഡെസേർട്ടിൽ പ്രത്യേകം ഡിസൈൻ ചെയ്ത തൊലിയാണ്. ഒട്ടകം ആ ഡെസേർട്ടിലുള്ള മരുഭൂമിയിലെ കഠിനമായ ചൂടിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന സ്കിന്ന്, അതിന്റെ കൺപുരികങ്ങൾ. ഒട്ടകം അത് മരുഭൂമിയിലെ മണൽക്കാറ്റുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന കൺപുരികങ്ങൾ. അതിന്റെ കുളമ്പ് അത്ഭുതമാണ്. നമ്മൾ സാധാരണ മരുഭൂമിയിലെ മണലിൽ പൂണ്ടുപോകും കാല്. അത് പൂണ്ടുപോകാതിരിക്കാൻ പ്രത്യേകമായ ഒരു ഗ്രിപ്പ് അതിനുണ്ട് എന്നാണ്. ഒരു പ്രത്യേക ഷേപ്പിലേക്ക് ഇങ്ങനെ വെക്കുമ്പോൾ അത് മാറും. ഒട്ടകം എത്ര മനോഹരമായിട്ടാണ് സഞ്ചരിക്കുന്നത്. അതിന്റെ പൂഞ്ഞ കൊച്ചു കൊച്ചു അറകളാണ് അതിന്റെ ഉള്ളിലുള്ളത്. വെള്ളം കുടിക്കുമ്പോൾ അതിങ്ങനെ ഒരു ബലൂണ് പോലെ വീർത്ത് ഒരു സ്പോഞ്ച് പോലെയാണ്. അതിങ്ങനെ വീർത്ത് ഇങ്ങനെ സംഭരിക്കും. അത് എത്രയോ കിലോമീറ്ററുകൾ അത് സംഭരിച്ചാൽ പിന്നെ അതിന് യാത്ര ചെയ്യാം. ഇതിന്റെ ഓരോന്നും അത്ഭുതമാണ്. ഓരോ കാര്യവും അത്ഭുതകരമായ കാര്യമാണ്. അപ്പൊ ഇവിടെ ഒട്ടകം കുടിക്കാൻ തന്നെ ഒന്നിച്ചു കുടിക്കും. അതുപോലെ ഇവൻ നരകക്കാരൻ വെള്ളം കുടിക്കുന്നതാണ്. ഇനി അതാണ് കാവൽക്കാരുമായി ബന്ധപ്പെട്ട്. അതേപോലെ ശിക്ഷക്കളവ് ചോദിക്കുന്നത് ഈ സബാനിയാക്കളോടാണ്. ഒരു ദിവസത്തെ ശിക്ഷ അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ അല്പഭാഗം ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുമോ? ആരോടാ ചോദിക്കുന്നത്? ഈ കാവൽക്കാരോടാണ് ചോദിക്കണം. മാലിക്കടങ്ങുന്ന മാലിക്കിന് നരകത്തിന്റെ ഡ്യൂട്ടി ഏൽപ്പിക്കപ്പെട്ടതിൽ പിന്നെ ഹദീസിൽ കാണാം മാലിക് പിന്നെ ചിരിച്ചിട്ടില്ല എന്നാണ്. മാലിക്കിന്റെ പ്രകൃതി അങ്ങനെയാണ്. നരകത്തിന്റെ ഡ്യൂട്ടി കിട്ടിയിട്ട് പിന്നെ മാലിക് ചിരിച്ചിട്ടില്ല. ആ മാലിക്കിനോടാണ് ഇവർ ചോദിക്കുന്നത് ശിക്ഷക്കളവ്. പക്ഷെ യുഖഫിഫന്ന യൗമം മിനൽ അദാബ്, ശിക്ഷയിൽ നിന്നൊരളവ് ഒരു ദിവസത്തേക്കെങ്കിലും ഞങ്ങൾക്ക് തരുമോ? കൊടുക്കോ? അവരുടെ കഠിന ഹൃദയരും അതേപോലെ പരുഷ സ്വഭാവികളുമാണ് നരകത്തിന്റെ കാവൽക്കാരെന്നാണ്. എന്നാൽ അവിടുത്തെ ഒരു ദിവസത്തിന്റെ ദൈർഘ്യം എത്രയാണ്? 50,000 സന, 50,000 വർഷത്തിന്റെ ദൈർഘ്യമാണ് നരകത്തിൽ ഒരു ദിവസം. നമ്മൾ ഇവിടെ എണ്ണണ 50,000 കൊല്ലം എത്ര? ഇപ്പൊ നമ്മളിപ്പോ ക്രിസ്തു വർഷം എത്ര? ഇപ്പൊ 2025 ഇത് 50,000 എണ്ണിയാൽ എത്ര? അവിടുത്തെ ഒരു ഡേ എന്ന് പറയുന്നത് 50,000 ആണ്. 50,000 50,000 ആണ്. അതെത്രയാണ് അതിന്റെ കാലം? പരലോകത്തൊരു ദിവസം അങ്ങനെയാണ്. അപ്പൊ അങ്ങനത്തെ കാലങ്ങളോളമാണ് മനുഷ്യൻ നരകത്തിലെ ശിക്ഷ അനുഭവിക്കുന്നത്. അതിന്റെ വാതിലുകളെ പറ്റി ഹദീസുകളിൽ കാണാം, ആയത്തുകളിൽ കാണാം. ലഹാ സബഅതു അബ്വാബ്, നരകത്തിന് 7 വാതിലുകളാണ്. ലികുല്ലി ബാബിൻ മിൻഹും ജുസൂം മഖ്സൂം, വ്യത്യസ്തങ്ങളായ പാപം ചെയ്തവരെ വ്യത്യസ്ത വാതിലുകളിലൂടെ നരകത്തിലേക്ക് കൊണ്ടുപോകും. ഓരോ പാപം ചെയ്ത ആളുകളെ പാപത്തിന്റെ തോതനുസരിച്ച ശിക്ഷയാണ് നരകത്തിൽ. ഇപ്പൊ നമുക്കറിയാം ഭൗതിക ലോകത്തെ ജുഡീഷ്യറിക്ക് നൽകാൻ പറ്റുന്ന ശിക്ഷ എന്താ? ശരിക്കും പരലോകം എന്ന് പറയുന്നത് ഒരു നീതിപൂർണമായ ലോകം എന്ന് പറയുന്ന മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് അവന്റെ ബുദ്ധിയിൽ ചിന്തിച്ചാൽ തന്നെ ആവശ്യമായ ഒരു സംഗതിയാണ് എന്ത്? പരലോകം. കാരണം നീതിയുക്തമായ ഒരു വിധി വിധിക്കുന്ന ലോകമാണ്. കാരണം ഇവിടെ 1000 പേരെയും 10,000 ആളുകളെയും കൊന്ന മനുഷ്യന്മാരുണ്ട് അല്ലെ?
പലസ്തീനിലും ഗസയിലൊക്കെ മിസൈലിട്ട് ബോംബിട്ട് വന്ന എത്ര മനുഷ്യന്മാരുണ്ട്. അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ തന്നെ ദുനിയാവിൽ എത്ര ശിക്ഷിക്കാൻ പറ്റും? ഒരു വട്ടല്ലേ കൊല്ലാൻ പറ്റൂ. പക്ഷേ നീതിപൂർണമായ ശിക്ഷ നടപ്പിലാക്കുന്ന ഒരു ലോകമാണ് യഥാർത്ഥത്തിൽ നരകം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അപ്പൊ നരകത്തിന്റെ കാവൽക്കാര് നമ്മൾ പറഞ്ഞു, നരകത്തിന്റെ പേരുകൾ നമ്മൾ പറഞ്ഞു, അതേപോലെ തന്നെ നരകത്തിന്റെ ആ നിലക്കുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ നരകത്തിലേക്ക് ഇടപെടുന്ന മനുഷ്യന്റെ അവസ്ഥ എന്താണ്? ഒരു മനുഷ്യനെ നരകത്തിലേക്ക് ഇടപെടുമ്പോൾ നമ്മൾ ഈ കാണുന്ന ശരീരമല്ല നരകത്തേക്ക് പോകുമ്പോൾ ഉണ്ടാകുക. നമ്മൾ ഈ കാണുന്ന ഒരു ഐറ്റം വെയിറ്റ് ഒക്കെ ഉണ്ടല്ലോ നമുക്ക്, ഇതല്ല നരകത്തേക്ക് ഒരാളെ പിടിച്ച് നരകത്തേക്ക് ഇട്ടാലോ അവന്റെ മൊത്തം കംപ്ലീറ്റ് അവന്റെ ഒരു വിരൂപനായ ഒരു രൂപവ്യത്യാസം അവനുണ്ടാകുന്നതാണ്. ആ രൂപവ്യത്യാസം ഹദീസിൽ വന്നു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. എവിടേക്കാണ് അവന്റെ രൂപവ്യത്യാസം? പാപികളെ, നരകത്തിൽ ഇടപെടുന്ന പാപികളെ ഭീകര സൃഷ്ടികളാക്കുന്നതാണ്. അവന്റെ ഷോൾഡറുകൾക്കിടയിലുള്ള അകലം എത്രയാ? റസൂല പറയാണ്, മാ ബൈന മൻകിബൈൽ കാഫിരി ഫിന്നാരി മസീറത്തു സലാസതി അയ്യാമിൻ ലിറാകിബിൽ മുസ്രി. അതിവേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനയാത്രികൻ 3 ദിവസം യാത്ര ചെയ്താൽ എത്ര ദൂരമെത്തുമോ അത്ര ദൂരമുണ്ട് ഒരു നരകക്കാരന്റെ ഷോൾഡറിന്റെ ഇടയിലുള്ള അകലം. നമ്മൾക്ക് ഇങ്ങനെ തൊടാൻ പറ്റണ ഈ ഷോൾഡറിന്റെ ഇടയിൽ എത്രയാണ്? ഇന്നിപ്പോ ഇവിടുന്ന് യാത്ര ചെയ്ത ഒരാൾ, അതും ഇന്ന് നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്ന ഏറ്റവും അതിവേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനം കൂടി ആയിക്കോട്ടെ, 3 ദിവസം യാത്ര ചെയ്തു, എത്ര ദൂരത്തും? അത്ര ദൂരമുണ്ട് ഒരു നരകക്കാരന്റെ ഷോൾഡറുകൾക്കിടയിലുള്ള. നമ്മളിങ്ങനെ ചിന്തിച്ചാൽ ചിലപ്പോ നമ്മുടെ ചിന്തയിലോ ബുദ്ധിയിലൊന്നും അതിങ്ങനെ ഒതുങ്ങൂല, അതിന്റെ അപ്പുറത്തേക്ക് വിടും അത്. അതേപോലെ അവന്റെ പല്ലിന്റെ വലിപ്പത്തിലാണ്. നരകക്കാരന്റെ പല്ലിന്റെ വലിപ്പമാണ്, ഒരു പല്ലിന്റെ വലിപ്പമാണ് എത്രയാ? മിസ്ലു ഉഹുദിൻ, ഉഹുദ് മലയുടെ വലിപ്പമുണ്ട് ഒരു പല്ലിന്. തീർന്നില്ല, അവന്റെ സ്കിന്ന്, അവന്റെ തൊലിയുടെ കട്ടി എത്രയാ? റസൂല പറഞ്ഞു, ഇസ്നാനി വഅർബഊന ദിറാഅൻ, 42 മുഴം കട്ടിയുണ്ട് നരകക്കാരന്റെ തൊലിക്ക്. ആ തൊലി തന്നെ നരകത്തിലെ ആ തീനാളങ്ങൾ അവന്റെ തൊലിയിലേക്ക് ആളിപ്പടരുമ്പോൾ, അത് ഉരുകിത്തീരുമ്പോൾ ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹ, ഒരു പുതിയ തൊലിയെ അള്ളാഹു പകരം കൊടുക്കുന്നതാണ്. ഈ ആയത്ത് നമ്മളിപ്പോ സൂറത്തു നിസാക്ക് ഈ ഖത്തം തീർക്കുന്ന ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സൂറത്തു നിസായിലെ 56-ാമത്തെ ആയത്താണ് ഇത്. ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹ, മനുഷ്യന് പുതിയ തൊലി കൊടുക്കുന്നു. തായ്ലാന്റിലെ ഒരു ശാസ്ത്ര വിഭാഗത്തിലെ തലവൻ മുസ്ലിമായത് ഈ ആയത്ത് പഠിച്ചിട്ടാണ്. എങ്ങനെയാണ് അദ്ദേഹം ഈ ഇസ്ലാം സ്വീകരണത്തിന് ഈ നരകവുമായി ബന്ധപ്പെട്ട ഈ ആയത്ത് അദ്ദേഹത്തിന് എവിടെയാണ് ചിന്തിപ്പിച്ചത്? അതായത് തൊലി ഒരുകിത്തീരുമ്പോൾ പുതിയ തൊലി കൊടുക്കുന്നതാണ് ഖുർആൻ പറഞ്ഞത്. അപ്പൊ മനുഷ്യന് വേദന അനുഭവിക്കുന്നത് അവന്റെ സ്കിന്നിലൂടെയാണ്. അവന്റെ ശരീരം, നമ്മളിപ്പോ ഒരാളെ അടിച്ചാൽ, നുള്ളിയാൽ, തൊട്ടാൽ അവന്റെ ബ്രെയിനിലേക്ക് അതിന്റെ ഒരു മെസ്സേജ് പോവുകയാണ്. അവനെ സ്പർശനം അറിയുന്നത് അതുകൊണ്ടാണ്, സ്കിന്നിലൂടെയാണ് അറിയുന്നത്. ഇപ്പൊ ശരീരത്തിലെ സ്കിന്ന് കരിഞ്ഞു പോയ, തീപ്പൊള്ളലേറ്റ ആളുകളെ, ആ സ്കിന്ന് നഷ്ടപ്പെട്ടു പോയ ആളുകളെ ആ ഭാഗത്ത് തൊട്ടാൽ അവർക്കത് അറിയില്ല. മാംസത്തുമ്പോ തൊട്ടാൽ ഇത് പോകൂല, അവർക്ക് സ്പർശനം തന്നെ അറിയില്ല, നമ്മൾ തൊട്ടു തന്നെ അറിയില്ല. അപ്പോ യഥാർത്ഥത്തിൽ വേദന അറിയണമെങ്കിൽ സ്കിൻ അവൻ ആവശ്യമാണ് എന്ന ഈ വിശുദ്ധ ഖുർആനിൽ ഈ ആയത്ത് വെച്ചിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യണത്? ഇസ്ലാമിന്റെ വഴികളിലേക്ക് അദ്ദേഹം കടന്നു വരുന്നത്. നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത, എന്നാൽ അദ്ദേഹത്തിന്റെ പഠനവും ഗവേഷണവും നടന്ന ഒരു ഭാഗത്ത് അദ്ദേഹത്തെ ഏറെ ചിന്തിപ്പിച്ചു ഈ ഭാഗം. അപ്പൊ 42 മുഴം കട്ടിയുള്ള തൊലി. തീർന്നില്ല, അവന്റെ ഇരിക്കാനുള്ള ഇരിപ്പിടത്തിന്റെ വലിപ്പത്രയാ? വഇന്ന മജ്ലിസഹു മിൻ ജഹന്നം കമാ ബൈന മക്ക വൽ മദീന, മക്കയുടെയും മദീനയുടെയും ഇടയിൽ എത്ര സ്ഥല വിസ്തീർണമുണ്ടോ അത്രയും സ്ഥലമുണ്ട് അവൻ ഇരിക്കാനുള്ള ഇരിപ്പിടം. ഇങ്ങനത്തെ ഒരു മനുഷ്യൻ നമ്മൾ അയച്ചു നോക്കിയ 4 കാര്യമാണ് നമ്മൾ പറഞ്ഞത്. എന്തൊക്കെയാണ്? 3 ദിവസം യാത്ര ചെയ്താൽ എത്തുന്ന ദൂരമുള്ള ഷോൾഡർ, പിന്നെ 42 മുഴം കട്ടിയുള്ള തൊലി, ഉഹുദ് മലയുടെ വലിപ്പമുള്ള പല്ല്, പിന്നെ മക്കയുടെയും മദീനയുടെയും ഇടയിൽ എത്ര സ്ഥല വിസ്തീർണമുണ്ട് അത്രയും സ്ഥലമുള്ള അവൻ ഇരിക്കാനുള്ള ഇരിപ്പിടം. ഇങ്ങനെ വലിപ്പമുള്ള ഒരു മനുഷ്യൻ നമ്മൾ അയച്ചു നോക്കി. ഇങ്ങനത്തെ 10 ആളും 100 ആളും 1000 ആളും അല്ലല്ലോ, കോടാനുകോടി മനുഷ്യരെയാണ് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നത്. ഈ വലിപ്പ വ്യത്യാസം പണ്ഡിതന്മാർ ഈ ആയത്തുകൾ, ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ 2 കാര്യമാണ് അറിയിക്കുന്നത്. ഈ നരകത്തിലെ വലിപ്പ വ്യത്യാസം മനുഷ്യനെ അറിയിക്കുന്നത് 2 കാര്യമാണ്. എന്തൊക്കെയാണ്? ഒന്ന് ശിക്ഷ അവനെ അനുഭവിപ്പിക്കാനാണ്. നമുക്കറിയാം, ഈ കണ്ട തടിയാണെങ്കിൽ ആ ശിക്ഷക്കൊരു പരിമിതിയുണ്ട്. എന്നാൽ ഈ ഭീകരനായ, ഈ വിരൂപനായ, ഈ വലിപ്പമുള്ള ഒരു മനുഷ്യൻ, അവന് നരകത്തിലെ തീ കത്തുമ്പോൾ സ്വാഭാവികമായിട്ട് വേദന കൂടും. വലിപ്പം കൂടുമ്പോൾ വേദന കൂടും. ലിയദൂഖുൽ അദാബ്, ഖുർആൻ പറഞ്ഞത് നിങ്ങളെ ശിക്ഷ ആസ്വദിപ്പിക്കുമെന്നാണ്. 2, ഇങ്ങനെയുള്ള കോടാനുകോടി മനുഷ്യരെയാണ് നരകത്തിലേക്ക് അല്ലാഹു ഇടുന്നത്. അപ്പൊ നരകത്തിന്റെ വലിപ്പത്തെയാണ് അറിയിക്കുന്നത്. ഇത്രയും കോടാനുകോടി മനുഷ്യരെ ഇട്ടാലും
നരകം നിറയൂല എന്നാണ്. നരകം നിറയാതെ ബാക്കിയാകുമെന്നാണ്. ഇപ്പൊ നരകത്തോട് അള്ളാഹു സംസാരിക്കുന്ന ഒരു സംസാരം സൂറത്തു ഖാഫിൽ അള്ളാഹു പറയുന്നുണ്ട്. സൂറത്തു ഖാഫിന്റെ ആദ്യ ഭാഗത്ത് കാണാം, യൗമ നഖൂലു ലിജഹന്നമ ഹലിം തലതി. നരകത്തോട് നാം സംസാരിക്കുന്ന ദിവസം എന്താണ് നരകത്തോട് പറയുന്നത്? ഹലിം തലതി, നരകമേ നീ നിറഞ്ഞോ? അള്ളാഹ് ചോദിക്കാണ്, നരകത്തോട് അള്ളാഹ് ചോദിക്കാണ്, നരകമേ നീ നിറഞ്ഞോ? അപ്പൊ നരകം പറയുന്ന, നരകം അള്ളാഹിനോട് തിരിച്ച് സംസാരിക്കും. എന്താ? വതഖൂലു ഹൽ മിൻ മസീദ്, നരകം പറയും ഇനിയുമുണ്ടോ എന്ന് ചോദിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഇനിയും ഉൾക്കൊള്ളാൻ മാത്രം ഞാൻ വിശാലമാണ് എന്ന് പറയുന്നു. ഹദീസിൽ കാണാം, ഹത്താ യളഅ റിജ്ലഹു ഫതഖൂൽ ഖത്ത്, അള്ളാഹിന്റെ വലതുപാദം വെക്കുമ്പോൾ അത് മതി എന്ന് പറയും. ഇത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പൊ നരകം എല്ലാവരെയും ഉൾക്കൊള്ളാൻ മാത്രം വിശാലമാണ് നരകം. അതിന്റെ ഭീകരമായ രൂപമാണ് നമ്മൾ പറയുന്നത്. ഇനി ആഴം നമ്മൾ നോക്കി, ആഴം എത്രയാണ്? നമ്മൾ കേട്ട ഹദീസായിരിക്കാം. ഒരിക്കൽ പ്രവാചകനും സഹാബികളൊക്കെ ഇങ്ങനെ പള്ളിയിൽ ഇരിക്കുകയാണ്. ആ സമയത്ത് സഹാബികൾ പറയാണ്, കുന്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇത് സമിഅ വജ്ബതൻ, ഒരു വലിയ വീഴ്ചയുടെ വലിയൊരു ഒച്ച ഞങ്ങൾ കേട്ടു. ഫഖാല നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അപ്പൊ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിച്ചു, അത്തദറൂന മാ ഹാദാ, ആ ശബ്ദം എന്താണെന്ന് സഹാബിമാരെ നിങ്ങൾക്ക് അറിയുമോ? കുല്ലാ, ഞങ്ങൾ പറഞ്ഞു, അല്ലാഹു റസൂലുഹു അഅലം, അല്ലാഹു റസൂലിന് അറിയാം. ഒരു വലിയ ഒച്ച പെട്ടെന്ന് കേൾക്കാണ് ക്ലാസിന്റെ ഇടക്ക്. അപ്പൊ സഹാബികൾക്ക് പറഞ്ഞു, ഞങ്ങൾക്ക് ആർക്കും അറിയില്ല എന്താണ് ആ ശബ്ദം എന്നുള്ളത്. അപ്പൊ റസൂല പറഞ്ഞു കൊടുക്കാണ്, ആ ശബ്ദം എന്താണ്? ആ ശബ്ദം എന്താ? ഹാദാ ഹജറുൻ, അതൊരു കല്ലാണ്. എങ്ങനെയുള്ള കല്ല്? റുമിയ ബിഹി മുൻദു 70 ഖരീഫ, 70 വർഷങ്ങൾക്ക് മുമ്പ് നരകത്തിന്റെ മുകളിൽ നിന്ന് ഇടപെട്ട ഒരു കല്ല്. ഫഹുവ യഹ്വി ഫിന്നാരില്ലാൻ ഹത്തൻ തഹാ ഇലാ ഖഅരിഹാ, അതിന്റെ അടിത്തട്ടിൽ തട്ടിയ ശബ്ദമാണ്, ആ വീഴ്ചയുടെ ശബ്ദമാണ് നിങ്ങൾ കേട്ടിരിക്കുന്നത്. എപ്പോഴാണ് പുറപ്പെട്ടത്? 70 കൊല്ലം മുമ്പാണ്. നമ്മളിങ്ങനെ ആലോചിക്കും, അതാണ് ഞാൻ പറഞ്ഞത്, നരകത്തിന്റെ ചില കാര്യങ്ങൾ നമ്മൾ ആലോചിക്കും, നമുക്ക് നമ്മുടെ ഒരു ബുദ്ധിയിൽ നമ്മുടെ ചിന്തയിൽ ഒതുങ്ങുന്നതല്ല. 70 കൊല്ലം ഒരു കല്ലിങ്ങനെ വീഴാണ്. അതിന്റെ ദൈർഘ്യം നമ്മൾ ആലോചിക്കുക. ഒരു കല്ലിങ്ങനെ വീഴുമ്പോൾ അതെങ്ങനെ വീണിട്ട് അടിയിലേക്ക് എത്താൻ 70 കൊല്ലം കഴിഞ്ഞിട്ട് അടിയിലെത്താണ്. നമ്മൾ സാധാരണ ഈ ഭൂമിയിൽ ഏറ്റവും ഉയരം കൂടിയ ഒരു ബിൽഡിംഗ്, അതിന്റെ മുകളിൽ നിന്ന് ഒരു കല്ലോ എന്തെങ്കിലും ഒരു സാധനം താഴെട്ടാൽ അത് താഴെത്താൻ എത്ര സമയം എടുക്കും? മിനിറ്റൊന്നും വേണ്ട, സെക്കൻഡുകൾ കൊണ്ട് താഴെത്തൂലേ? ഒരു വിമാനം അതിന് കംപ്ലൈന്റ് വന്ന് നിലംപതിക്കാൻ താഴെ എടുക്കുന്ന ടൈം എത്രയാണ്? മിനിറ്റുകൾ കൊണ്ട് നിലംപതിക്കും. എന്നാൽ 70 കൊല്ലം ഒരു കല്ല് നിരന്തരം സഞ്ചരിക്കാൻ മാത്രം ആഴമുള്ള നരകത്തെയാണ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുന്നത്. എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? ആ നരകത്തെ പടച്ച ഒരു റബ്ബുണ്ട്, ആ റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കണം, ആ നരകത്തിൽ നിന്നൊരു രക്ഷ കിട്ടണമെന്നാണ്. അപ്പൊ നരകത്തിന്റെ ആഴം അതാണ്. ഇനി നരകം അന്ത്യനാളിൽ വലിച്ചു കൊണ്ടുവരപ്പെടുന്ന, നരകം കൊണ്ടുവരപ്പെടുന്ന ഒരു രംഗമുണ്ട് ഹദീസിൽ. എങ്ങനെ കൊണ്ടുവരിക? ഇതൊക്കെ നമ്മൾ കേട്ടാല് നമുക്കൊരു തിന്മകളിലേക്കും നമുക്ക് എത്തിപ്പെടാൻ കഴിയില്ല. മൊബൈലിൽ ഒരു പലപ്പോഴും പുതിയ ജനറേഷൻ നമ്മുടെ റമദാൻ കാലത്ത് പോലും മൊബൈലിൽ എന്തൊക്കെയാണ് കാണുന്നത്? നമ്മുടെ ഈ പ്രാങ്ക് വീഡിയോസ്, ഈ കോമഡി വീഡിയോസ്, ഇതിങ്ങനെ റീൽസും ഷോർട്സും മാറി ഇതിങ്ങനെ കഴിയൂല. പല പേരുകളിലാണ്. നമുക്കൊക്കെ പേര് പറഞ്ഞാൽ നമുക്കറിയാം. പല തമാശകളും മലപ്പുറത്തൊക്കെ ഉള്ള ചില ടീം, പിന്നെ അവരിങ്ങനെ തമാശ കളിക്കാൻ മാത്രം, അവർക്കൊക്കെ ഒരു പ്രൊമോഷൻ ചെയ്തു കൊടുത്ത എത്രയാണ്? 40,000 50,000 രൂപയാണ് അവർക്ക് വരുമാനം. ഈ കണ്ടിരിക്കണം നമുക്ക് എന്താ കിട്ടി? 1 മണിക്കൂർ ചെലവഴിച്ച് 2 മണിക്കൂർ ഇതിങ്ങനെ കുത്തിയിരുന്ന് കണ്ടിങ്ങനെ ചിരിച്ചിട്ട് നമുക്ക് എന്താ കിട്ടുക? അവർ പൈസ ഇട്ടുണ്ട്. ചുരുങ്ങിയത് ഒരു സംഗതി ചെയ്തു കൊടുത്താൽ അവർക്ക് വലിയ യൂട്യൂബ് വരുമാനം അവർക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ കുറേ ആൾക്കാർ എന്ത് ചെയ്തു? ഇതിങ്ങനെ കണ്ടിട്ട് നമ്മളിങ്ങനെ അവർക്ക് റീച്ച് ഉണ്ടാക്കി കൊടുക്കുക, നമ്മളിതിങ്ങനെ സ്ക്രോൾ ചെയ്ത് കാണുകയാണ്. യഥാർത്ഥത്തിൽ നമുക്ക് നമ്മുടെ ദുനിയാവിന്റെ ഒരു നിസ്സാരതയും ആ നരകത്തിന്റെ ഭീകരതയും ബോധ്യപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ പരലോകത്തിന് വേണ്ടി നമ്മൾ ജീവിക്കും. അവിടെ നരകം കൊണ്ടുവരുന്ന എങ്ങനെയാ? റസൂല പറഞ്ഞു, യുത്താ ബി ജഹന്നമ യൗമൈദിൻ ലഹാ 70,000 സിമാം, നരകം 70,000 ചങ്ങലകളിൽ നരകം വലിച്ചു കൊണ്ടുവരപ്പെടും. 70,000 ചങ്ങലകൾ നരകത്തിനുണ്ടാകും. മഅകുല്ലി സിമാമിൻ 70,000 മലക്കിൻ യജുറൂനഹാ, ഓരോ പിടിക്കുമുകളിലും 70,000 ചങ്ങലകളിൽ ഓരോ പിടിക്കുമുകളിലും 70,000 മലക്കുകളാണ് ഉണ്ടാവുക. യജുറൂനഹ, ആ നരകം വലിച്ചു കൊണ്ടുവരും. അപ്പൊ ടോട്ടൽ എത്ര മലക്കായി? എത്രയാണ് ടോട്ടൽ പിടി? എത്രയാണ്? 70,000. ഒരു പിടിന്റെ മുകളിൽ എത്രയാണ്? 70,000 മലക്കാണ്. അപ്പൊ ടോട്ടൽ മലക്ക് എത്രയാണ്? 70,000 ഇൻറ്റു 70,000 എത്രയായി? കുടിച്ചു നോക്കിയാൽ എത്ര കിട്ടും? 490 കോടി മലക്കുകളാണ് നാളെ പരലോകത്ത്
നരകം വലിച്ചു കൊണ്ടുവരപ്പെടുന്നത്. നരകത്തിന്റെ വലിപ്പമാണ് അത് അറിയിക്കുന്നത്, നരകത്തിന്റെ ഭീകരതയാണ് അത് അറിയിക്കുന്നത് എന്നാണ് അല്ലെ. സൂര്യനും ചന്ദ്രനും നരകത്തിൽ കേവലം 2 കാളകളുടെ വലിപ്പത്തിലായിരിക്കും എന്നാണ് ഹദീസ്. നരകം താഴോട്ടാണ്, അതിന്റെ ദറക്കാത്തുകൾ എന്നാണ് പറയുക. സ്വർഗം നേരെ തിരിച്ചിട്ടാണ്, ദറജാത്തുകളാണ്. അതിന്റെ മേൽക്കുമേൽ കയറിയാൽ സുഖാഡംബരങ്ങൾ കൂടും, നരകോ താഴോട്ട് പോയാൽ. അതുകൊണ്ടാണ് മേലത്തെ തട്ടിലെ ശിക്ഷയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അതിന് ദറക്കാത്ത് എന്നാണ് പറയാം. ഏറ്റവും അടിയിലാരാ? ഖുർആൻ പറഞ്ഞു, ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. മുനാഫിഖുകളാണ് നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ നരകത്തിന് വലിക്കുല്ലി ദറജാത്തിൻ മിമ്മാ അമിലു. സ്വർഗം പറഞ്ഞെടുത്ത് അള്ളാഹു പറഞ്ഞു, ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾക്കനുസരിച്ച് വ്യത്യസ്ത ദറജകളിലായിരിക്കും അവരുള്ളത്. എന്നാൽ നരകം നേരെ തിരിച്ചാണ്, അവർ ദറക്കാത്തുകളിലാണ്, താഴോട്ട്. ഓരോ പാപം ചെയ്തവനും അവന് താഴോട്ട് അവന്റെ ശിക്ഷകൾ ഉണ്ടാകുമെന്നാണ്. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ചില കാര്യങ്ങൾ കൂടി പറയാണ്. ആ നരകത്തിലെ ഒരു തീപ്പൊരിയുടെ വലിപ്പം എത്രയാണ്? ഒരു തീപ്പൊരിയുടെ വലിപ്പം എത്രയാണ് നരകത്തില്? നമ്മളൊരു അടുപ്പെന്നൊക്കെ പറമ്പെന്നൊക്കെ തീ വെച്ചാൽ പാറുന്ന സ്പാർക്കില്ലേ, നരകത്തിലെ ഒരു സ്പാർക്കിന്റെ വലിപ്പം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എന്താ അതിന്റെ വലിപ്പം? ഇന്നഹാ തർമീ ബിശററിൻ കൽ ഖസ്ർ കഅന്നഹു ജിമാലത്തുൻ സുഫർ. നരകം പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്ന തീപ്പൊരികൾ അത് കൊട്ടാര സമാനമായ തീപ്പൊരികളാണ്. തീർന്നില്ല, കഅന്നഹു ജിമാലത്തുൻ സുഫർ, മഞ്ഞ നിറമുള്ള ഒട്ടകക്കൂട്ടങ്ങളെ പോലെ നിങ്ങൾക്ക് അതിങ്ങനെ പാറിപ്പറക്കുന്നതായി നിങ്ങൾക്ക് തോന്നും. ഒരു സ്പാർക്കിന്റെ വലിപ്പാണ്, ഒരു പൊരിന്റെ വലിപ്പാണ്. കൊട്ടാര സമാനമായ തീപ്പൊരി, മഞ്ഞ നിറമുള്ള ഒട്ടകക്കൂട്ടങ്ങളെ പോലെ നമുക്ക് കാണുന്നവർക്ക് തോന്നുന്നത്. അവിടുത്തെ വസ്ത്രം എന്തുകൊണ്ടുള്ള വസ്ത്രമാണ്? വസ്ത്രത്തിന്റെ പ്രത്യേകത എന്താ? ഖുർആൻ പറഞ്ഞ സറാബീലുഹും മിൻ ഖത്റാൻ, താറ് കൊണ്ടുള്ള വസ്ത്രമാണ് അവനെ ധരിപ്പിക്കപ്പെടുന്നത്. താറിന്റെ പ്രത്യേകത എന്താ? താറ് ചൂടാകുമ്പോ എന്ത് ചെയ്യും? അതിങ്ങനെ ഒന്നുകൂടി അതിന്റെ കടുപ്പം കൂടും. അതുകൊണ്ട് നരകക്കാരന്റെ ഓരോ കാര്യവും അവിടെ എന്താണ്? ശിക്ഷയാണ്. നമുക്കിവിടെ സാധാരണ ചൂടെടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നല്ല ചൂട് സമയത്ത് ഒന്ന് ഫാനിന്റെ ചോട്ടിലിരുന്ന് കാറ്റ് കൊണ്ടാൽ അൽഹംദുലില്ലാഹ് ഭയങ്കര ഒരു ആശ്വാസമായിരിക്കും നമുക്ക്. ഒരു കാറ്റ് കുറച്ച് കൊണ്ടാൽ, കാറ്റ് കൊള്ളുമ്പോൾ ചൂടിനൊരു ആശ്വാസം. അവിടെ നരകത്ത് കാറ്റുണ്ട്, നരകത്തിൽ ഈ പറഞ്ഞ സാധനമൊക്കെ ഉണ്ട്. പക്ഷെ അവിടുത്തെ കാറ്റിന്റെ പ്രത്യേകത എന്താ? അവിടെ സമൂം എന്ന കാറ്റാണ്. അവന്റെ രോപകൂമങ്ങളിലേക്ക് അടിച്ചു വീശുന്ന, തുളച്ചു കയറുന്ന അത്യുഷ്ണമുള്ള കാറ്റുകൾ, സമൂം എന്ന കാറ്റാണ് അവിടെ അടിച്ചു വീശുന്നത്. അവിടെ ചുടുകാറ്റാണ്, അവന്റെ സ്കിന്നിലൊക്കെ തുളച്ചു കയറുന്ന വല്ലാത്തൊരു കാറ്റാണ് നരകത്തില് അല്ലെ. നമുക്ക് ചില സമയത്ത് തന്നെ ചില കാറ്റുകൾ നല്ല ചൂടുള്ള സമയത്ത് നമുക്ക് താങ്ങൂല. എന്നാ അതിനേക്കാൾ എത്രയോ ഇരട്ടി ചൂട് അവന്റെ തൊലികളിലേക്ക് കടന്നു കയറുന്ന ആ തീ. മാത്രമല്ല അവിടെ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പ്രത്യേകത എന്താ? സക്കൂം. നമ്മൾ കേട്ടിട്ടില്ലേ? സക്കൂം എന്ന ഭക്ഷണമാണ് നരകക്കാരന് തിന്നാൻ കൊടുക്കുക. സക്കൂമിന്റെ പ്രത്യേകത റസൂല ഒരു ഹദീസിൽ പറഞ്ഞു. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? സക്കൂമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ സക്കൂമിൽ നിന്ന് ഒരു തുള്ളി എങ്ങാനും ഈ ഭൂമി ലോകത്തേക്ക് ഉറ്റി വീണാൽ ഇവിടെ എന്ത് ചെയ്യും? ഈ ഭൂലോകത്ത് ജീവിക്കുന്ന ആളുകളുടെ ജീവിതം അപകടത്തിലായി പോകും. അത്രയും ദുർഗന്ധമാണ് സക്കൂമിന് എന്നാണ്. സ്മെല്ല്. സക്കൂമിന്റെ ഒരു ചെറിയ ഭാഗം ഇവിടുത്തെ ഉറ്റിയാൽ ഭൂമിയിൽ ആർക്കും ജീവിക്കാൻ പറ്റൂല. ഒരു പ്രദേശത്തല്ല, ഈ ചമ്പാട് എന്ന് പറഞ്ഞ നാട്ടിലല്ല, ഈ ഭൂമി ലോകത്ത് ഒരാൾക്കും അത്രയും ദുർഗന്ധമുള്ള സാധനമാണ് സക്കൂം. എന്നിട്ട് റസൂൽ ചോദിക്കാണ്, ആ സക്കൂം തിന്നുന്നവന്റെ അവസ്ഥ എന്താണ്? ഇത് തിന്നണ ഒരാളുണ്ടല്ലോ, നരകക്കാരനായ ആള് ഇത് തിന്നും. അവന്റെ പാപിയുടെ ഭക്ഷണമാണ്, ത്വാമുൽ അസീം, പാപികളുടെ ഭക്ഷണമാണ് എന്നാണ് അല്ലെ. അതേപോലെ തന്നെ അതിന്റെ മറ്റു കാര്യങ്ങൾ, ഇങ്ങനെ ഓരോ വിഷയങ്ങളും വളരെ വിശദമായി ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാണ്. അവിടുത്തെ തണലിന്റെ പ്രത്യേകത എന്താ? ഇൻതലിഖൂ ഇലാ ദില്ലിൻ ദീ സലാത്തി ശുഅബ്, അവിടെ അവനെ തണലുകളിലേക്ക് അവനെ മാറ്റി നിർത്തപ്പെടും. അവിടെ ലാ ദലീലിൻ ലാ ബാരിദിൻ വലാ കരീം, അവിടെ അവന് തണുപ്പോ മാന്യമായതോ ആശ്വാസമോ നൽകാത്ത തണലുകളായിരിക്കും. വദില്ലിൻ മിൻ യഹ്മൂം, അതേപോലെ യഹ്മൂം എന്ന കരിമ്പുകയാലുള്ള കാറ്റ് തണലുകളായിരിക്കും അവനുണ്ടാവുക. ആ രൂപത്തിലുള്ള ഓരോന്നും അവനെ പ്രയാസപ്പെടുത്തുന്നതായിരിക്കും. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഇത് ഏതാനും ചില കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ഇത് നരകമോചനത്തിനു വേണ്ടി നമ്മുടെ ജീവിതത്തിലെ വലിയ ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം, അള്ളാഹുവിനോട് രക്ഷ തേടണം. അവിടെ ചില പ്രാർത്ഥനകൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഒന്ന് ഇബാദുർ റഹ്മാനിന്റെ പ്രാർത്ഥനയാണ്.
ഇബാദുർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? പരമകാരുണ്യകനായ അള്ളാഹുവിന്റെ നല്ലവരായ ചില അടിമകളുടെ പ്രാർത്ഥനകളും അവരുടെ സ്വഭാവങ്ങളും സൂറത്തുൽ ഫുർഖാന്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. എവിടെയാണ് തുടങ്ങണേ? വ ഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർദി ഹൗനാ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. ജാഹിലുകൾ അവരോട് സംസാരിക്കാൻ വന്നാൽ സമാധാനത്തോടെ അവർ മാറിക്കളയും. അതേപോലെ മാന്യമായി നടക്കുന്നവരാണ് അവർ. ഇങ്ങനെ കുറെ പ്രത്യേകതകൾ പറഞ്ഞപ്പോ അവരുടെ ഒരു പ്രാർത്ഥന പറയുന്നുണ്ട് ഖുർആൻ. അതെന്താ? നരകമോചനത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന. അവൾ പഠിക്കണത് എന്താ പ്രാർത്ഥന? ഇബാദുർ റഹ്മാൻ നടത്തുന്ന പ്രാർത്ഥന നമ്മൾ ആത്മാർത്ഥമായ ഹൃദയത്തിൽ തട്ടി റമദാനിന്റെ പകലുകളിൽ രാവുകളിൽ നമ്മൾ പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥന? റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറം വമുഖാമ. റബ്ബേ, ആ കത്തിയാളുന്ന നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ. ഇന്ന അദാബഹാ കാന ഗറാമ, തീർച്ചയായും ആ ശിക്ഷ വിട്ടൊഴിയാത്തതാണ്.